ഹലോ, ഞാൻ റിജി. റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ജനറൽ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മിസ്റ്റേക്ക് വന്നിരുന്നു. അത് വലിയൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ CCT എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് കാര്യം എന്ന് ഞാൻ പറയാണ്. നമ്മൾ ഓഷ്യൻ ഡയറ്റ്സ് ആണ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്, ഇൻട്രൊഡക്ഷൻ. അതിൽ ഫിഗർ 1.50 ഓഷ്യൻ ഡയറ്റ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഓഷ്യൻ ഡയറ്റ്സ് നമ്മൾ പറഞ്ഞ് അത്യാവശ്യമൊക്കെ എത്തി, എന്നാലും അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കാരണം ഫിഗറൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മൈക്ക് മൈക്കല്ല കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. കറണ്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ വന്നത്. ഞാൻ സ്ഥിരം മൈക്ക് എന്നാണ് പറയാൻ വരുള്ളൂ, കാരണം നമ്മുടെ മൈക്ക് മിക്കപ്പോഴും എല്ലാ വീഡിയോയിലും ഓഫ് ആവാറുണ്ട്. കാരണം ഈ മൈക്ക് 2 വർഷത്തോളമൊക്കെ ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോൺസിക്വൻസ് ഒക്കെ ഉണ്ട്. പുതിയ മൈക്ക് മേടിക്കുന്നത് നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ മൈക്ക് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കേണ്ടതായതോ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച്. കുറേ വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ അതത്ര കംഫർട്ടബിൾ അല്ല. സൗണ്ടൊക്കെ ഇത്തിരി അങ്ങോട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. കാരണം എനിക്കെന്താ പറയുക, കറണ്ട് ഉള്ള ടൈമിൽ വീഡിയോ എടുക്കുന്നതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ അവസാനിപ്പിച്ചു. ലാസ്റ്റൊന്നും നമുക്ക് താങ്ക്സ് ഒന്നും പറയാൻ സാധിച്ചില്ല, ഒരു കാര്യവും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. കാരണം ഇനി പുതിയത് എടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മൈക്കല്ല, ഞാൻ മൈക്കെന്ന് തന്നെ പറയണേ വീണ്ടും. നമ്മുടെ ലാസ്റ്റ് ഭാഗം പറയാൻ പറ്റാത്തതിൽ നമ്മുടെ വീഡിയോ ഒരു എൻഡിങ്ങിൽ അത് അവസാനിപ്പിക്കേണ്ടി വന്നതിന് ദയവേത് ക്ഷമിക്കണം, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ അഡ്വാൻസ്ഡ് ആണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള വീഡിയോസാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാമെന്ന് വിചാരിച്ചത്. യൂട്യൂബ് ആയതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, കാരണം അതൊരു പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അവസാനിച്ചു പോകുന്ന അവസ്ഥയാണ് വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലും പറയാമെന്ന് വിചാരിച്ചാൽ കമൻറ്റും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞത്. മൈക്ക് ഓഫ് ആയാലും കറണ്ട് പോകുമ്പോഴും എല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഈ വീഡിയോ മാത്രമല്ല, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദയവേത് തെറ്റായ മെസ്സേജൊന്നും ദയവേത് സെൻഡ് ചെയ്യരുത് എന്നുള്ളതും കൂടി പറയാണ്. അതിൻ്റെ ഒപ്പം നിന്ന് സംസാരിക്കാൻ നമുക്ക് താല്പര്യവുമില്ല. നിങ്ങൾ ദയവേത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യേണ്ട, കാരണം ഒരു കാര്യവുമില്ല. പിന്നെ തെറ്റായ കമൻസ്, ഡിസ്ലൈക്ക്, അതൊക്കെ എന്തിനാ? നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നല്ലൊരു കാര്യം. അത് നല്ല മനസ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ താല്പര്യമുള്ളവർ വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. താല്പര്യമുള്ളവർ വീഡിയോ വാച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നിങ്ങളുടെ താല്പര്യം. അങ്ങനെ ഡിസ്ലൈക്ക് ഇടാൻ ഒക്കെ അങ്ങനെ മാത്രം ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാലും ഡിസ്ലൈക്കിന് വേണ്ടി നമ്മൾ വീഡിയോ വാച്ച് ചെയ്യേണ്ട കാലം. എല്ലാവരുടെ വീഡിയോനും അതിൻ്റേതായ പെർഫോമൻസും ഹാർഡ് വർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മൾ ഇത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ദയവേത് സഹകരിക്കണം. അതുപോലെ തന്നെ വീഡിയോയിൽ വരുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി എന്താ പറയുക, ഒരു തെറ്റായ രീതിയിൽ പ്രതികരിക്കരുത്. ദയവേത് നല്ല രീതിയിൽ മെസ്സേജസൊക്കെ സെൻഡ് ചെയ്യണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റൻസ് ആണെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചേക്കിന് പറയണമെങ്കിൽ ചിലപ്പോൾ തെറ്റ് വരാറുണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ദയവേത് സഹകരിക്കണം എന്നെനിക്ക് പറയാനാവുള്ളൂ, കാരണം എനിക്കത് പിന്നെ തിരുത്താൻ പറ്റില്ല. പിന്നെ
ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവസാനമില്ലാതെ വീഡിയോ അവസാനിപ്പിക്കേണ്ടി നമ്മൾ അവസാനമില്ലാതെ അവസാനിപ്പിച്ച വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് യൂട്യൂബിൽ. കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, ഫിലിമീഗോ വെച്ചൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കി, വീഡിയോ എഡിറ്റർ, പിന്നെ വീഡിയോ ഷോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറ്റില്ലെന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ചെയ്യാറില്ല. അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യണം ചെയ്യുക. എഡിറ്റിങ് ലാസ്റ്റ് ഭാഗമൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ചില വീഡിയോസൊക്കെ നമ്മൾ ചില വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ക്ലാരിറ്റി വളരെ കുറവ്, ഇതുപോലെ ഒറിജിനൽ ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടും നമ്മളത് ഒഴിവാക്കി. അപ്പോൾ അതേപടി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതും ദയവായത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യാത്തൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അത്രയും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓഷ്യൻ ടൈഡ്സ് നോക്കാം. ഓഷ്യൻ ടൈഡ്സ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഓഷ്യൻ ടൈഡ്സ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുള്ളൂ. നോക്കാം. ഓഷ്യൻ ടൈഡ്സ് ഇൻട്രൊഡക്ഷൻ. An ocean tide refers to the cyclic rise and fall of seawater. Tides are caused by slight variations in gravitational attraction between the Earth and the Moon and the Sun in geometrical relationship with locations on the Earth's surface. Tides are periodic primarily because of the cyclical influence of the Earth rotation. The Moon is the primary factor controlling the temporal rhythm and height of tides. The Moon produces two tidal bulges somewhere on the Earth through the effects of gravitational attraction. The height of this tidal bulges is controlled by the Moon's gravitational force and the Earth's gravity pulling the water back towards the Earth. At the location on the Earth closest to the Moon, seawater is drawn towards the Moon because of the greater strength of gravitational attraction. On the opposite side of the Earth, another tidal bulge is produced away from the Moon. However, this bulge is due to the fact that at this point on the Earth, the force of the Moon's gravity is at its weakest. Considering this information, any given point on the Earth's surface should experience two tidal crests and two tidal troughs during each tidal period. A rise in the water level is called high tide and a fall is called low or ebb tide. The timing of tidal events is related to the centrifugal force set up by the Earth rotation and the revolution of the Moon around the Earth. If the Moon was stationary in space, the tidal cycle would be 24 hours long. However, the moon is in motion, revolving around the Earth. One revolution takes about 27 days and adds about 50 minutes to the tidal cycle. As a result, the tidal period is 24 hours and 50 minutes in length. The second factor controlling tides on the Earth's surface is the Sun's gravity. The height of the average solar tide is about 50% the average lunar tide. At certain times during the Moon's revolution around the Earth, the direction of its gravitational attraction is aligned with the Sun's. During these times, the two tide-producing bodies act together to create the highest and lowest tides of the year. The tide produced as a consequence of the Moon and the Sun pulling the Earth in the same direction is called spring tide. The tide produced as a consequence of the Moon and the Sun pulling the Earth in the same direction is called spring tide. It is the tide of maximum rise occurring at the new or full of each month. It is the tide of maximum rise occurring at the new or full moon of each month. These spring tides occur every 14-15 days during full and new moons. The tide produced when the Moon and the Sun are at right angles to the Earth.
thus pulling in opposite directions, is called the neap tide. It is the tide of minimum rise occurring during the first and third quarter of the moon. Its amplitude is less than that of the spring tide. It's a tide of minimum rise occurring during the first and third quarter of the moon. Its amplitude is less than that of the spring tide. The tide produced when the moon and the sun are at right angles to the earth, thus pulling in opposite directions, is called the neap tide. It is the tide of minimum rise occurring during the first and third quarter of the moon. Its amplitude is less than that of the spring tide. ഇനി ഫിഗർ നോക്കാം. ഫിഗർ 1.50 ഓഷ്യൻ ടൈഡ്സ് നോക്കാം. Figure 1.50 ocean tides. Figure 1.50 ocean tides. Full moon, high tide, low tide, earth, low tide, high tide. Spring, new moon, tides. Sun at the first quarter, last quarter, neap, tides. High tide, earth, high tide, low tide. First quarter. Figure 1.50 ocean tides. Full moon, high tide, low tide, earth, low tide, high tide. Spring, new moon, tides. Sun, neap, tides. Last quarter, high tide, low tide, earth, low tide, high tide. First quarter. Figure 1.50 ocean tides. ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓഷ്യൻ ടൈഡ്സ്. ഇനി നമുക്ക് പറയുന്നത് ടൈപ്സ് ഓഫ് ടൈഡ്സ്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം നമ്മൾ പറഞ്ഞതിൽ. നോക്കാം. ടൈപ്സ് ഓഫ് ടൈഡ്സ്. The geometric relationship of the moon and the sun to locations on the earth's surface results in the creation of three different types of tides in part of the northern Gulf of Mexico and Southeast Asia. Tides have one high and one low water per tidal day. These tides are called diurnal tides. Semi-diurnal tides have two high and two low waters per tidal day. They are common on the Atlantic coasts of the United States and Europe. Many parts of the world experience mixed tides, whereas successive high water and low water stands differ appreciably. In these tides, we have a higher high water and low high water, as well as higher low water and lower low water. The tides around the west coast of Canada and the United States are of this type. The tides around the west coast of Canada and the United States are of this type. Types of tides നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയുന്നത് ഷിപ്പിംഗ് കനാൽസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അതോടെ പറയാണ്, മറന്നുപോയി പറയാൻ. അപ്പം നമുക്ക് നോക്കാം. ഷിപ്പിംഗ് കനാൽസ്. Keilel Canal, it is 98 km long and 50 feet deep, which is situated between the London and Baltic ports and was opened in 1895. It is an international canal linking the North Sea with the Baltic Sea. Germany depends on the Kiel for navigation, and this canal
shortens mileage between London and the Baltic Baltic ports by about 400 km. Germany depends on the Kiel for navigation, and this canal shortens mileage between uh, London and the Baltic ports by about 400 km. ഒന്നുകൂടി പറയാം. ഷിപ്പിംഗ് കനാൽസ് എ കിയാൽ canal, it is 98 km long and 50 feet deep, which is situated between the London and the Baltic ports and was opened in 1895. It is an international canal linking the North Sea with the Baltic Sea. Germany depends on the Kiel for navigation, and this canal shortens mileage between London and the Baltic ports by about 400 km. Table 1.12 Important shipping canals. Table 1.12 Important shipping canals. Name, location, length km. Name, location, length km. Below more Baltic Sea 227. Gotha, Sweden 185. Suez, Egypt 169. Volga, Moscow, Russia 129. Kiel, Germany 98. Volga Don, Russia 97. Elbe Trave, Germany 66. Panama, Central America 58. Panama, Central America 58. Manchester, England 57. Welland, Canada 44. Table 1.12 Important shipping canals നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് Table 1.13 Important straits. Table 1.13 Important straits നോക്കാം. Table 1.13 Important straits. Table 1.13 Important straits. Name between links. Bab el Mandeb, Saudi Arabia and Africa. Red Sea and Arabian Sea. Bering, Alaska, USA and Asia. Arctic Ocean and Bering Sea. Bosphorus. Asian Turkey and European Turkey. Black Sea and Sea of Marmara. Dardanelles. Sea of Marmara and Aegean Sea. Sea of Marmara and Aegean Sea. Dover, England and Europe, North Sea and Atlantic Ocean. Florida and Bahama Islands. Gulf of Mexico and Atlantic. Gibraltar, Spain and Africa. Mediterranean Sea and the Atlantic Ocean. Magellan, South America and the Torre del Fuego Islands. South America and the Torre del Fuego Islands. South Pacific and South Atlantic Ocean. Malacca, Malaysia and Sumatra. Malacca, Malaysia and Sumatra. Java Sea and Bay and Bengal. Palk. India and Sri Lanka. Bay of Bengal and Arabian Sea. Tatarsky Prolive, Tartar Strait.
ടാറ്റാർസ്കൈ പ്രോലീവ് ടാർട്ടാർ സ്ട്രെയിറ്റ്, ടാറ്റാർസ്കൈ പ്രോലീവ് ടാർട്ടാർ സ്ട്രെയിറ്റ്, സാഖ്ഹലിൻ ഐലൻഡ് ആൻഡ് റഷ്യ, സാഖ്ലിൻ ഐലൻഡ് ആൻഡ് റഷ്യ, സാഖ്ഹലിൻ ഐലൻഡ് ആൻഡ് റഷ്യ, സീ ഓഫ് ജപ്പാൻ ആൻഡ് സാഖ്ലിയൻ സ്കൈ, സീ ഓഫ് ജപ്പാൻ ആൻഡ് സാഖ്ലിയൻ സ്കൈ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടേബിൾ 1.13 ഇമ്പോർട്ടൻറ്റ് സ്ട്രെയിറ്റ്സ് ആണ് പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്തത് ബി പനാമ കനാൽ നോക്കാം. ബി പനാമ കനാൽ. The Panama Canal links the Atlantic and the Pacific Ocean with the Colon and Panama ports. It is about 58 km long, 500 feet wide and 58 feet deep, and was opened in 1914. It shortens the distance by about 9,700 km between London and San Francisco, 14,500 km between New York and San Francisco, and 6,500 km between New York and Japan, originally belonging to the USA. It was transferred to Panama in 2000, according to an agreement between the two countries. Suez Canal. This canal connects the Mediterranean Sea and the Red Sea and was built in 1869 by a French engineer, Ferdinand de Lesseps. It is 169 km long and 380 feet wide and has a depth of about 35 feet. The Suez Canal is one of the greatest canals of the world and was nationalized by Col Nasser on 26 July 1956. The Suez has shortened the distance between Southampton and Mumbai by about 6,500 km. The Suez has shortened the distance between Southampton and Mumbai by about 6,500 km. Suez കനാലാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവായി ക്ഷമിക്കുക. ഇനി അടുത്തത് മേജർ റിവേഴ്സ് ഓഫ് ദ വേൾഡ് നോക്കാം. മേജർ റിവേഴ്സ് ഓഫ് ദ വേൾഡ്. Table 1.14 important rivers. River, location, country, length m, source, outflow into. River, location, country, length m, source, outflow into. Nile, Africa, Egypt, 6,670. Lake Victoria, Mediterranean. Nile, Africa, Egypt, 6,670. Lake Victoria, Mediterranean. Missouri, Mississippi, North America, US, 6,300. Red Rock, Montana, Gulf of Mexico. Missouri, Mississippi, North America, US, 6,300. Red Rock, Montana, Gulf of Mexico. Missouri, Mississippi, North America. Sorry, നമ്മൾ തെറ്റിപ്പോയി പറഞ്ഞത്. നമുക്കൊന്നുകൂടി പറയാം, ശരിയായിട്ടില്ല. വെരി സോറി. മേജർ റിവേഴ്സ് ഓഫ് ദ വേൾഡ്. Table 1.14 important rivers. Table 1.14 important rivers. River, location, country, length m, source, outflow into. River, location, country, length m, source, outflow into. Nile, Africa, Egypt, 6,670. Lake Victoria, Mediterranean. Nile, Africa, Egypt, 6,670. Lake Victoria, Mediterranean. Missouri, North America, 6,300. Red Rock, Gulf of Mexico. സോറി ട്ടാ, വീണ്ടും തെറ്റിപ്പോയി. മിസോറി, മിസിസിപ്പി എന്നുള്ളത് ശരിക്കും ഒറ്റ സെൻറ്റൻസ് ആണ്. ഞാൻ അതൊക്കെ മറന്നുപോയി.
നമ്മൾ പഠിച്ചതായിരുന്നു. പക്ഷേ മിസോറി മിസിസിപ്പി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 2 വേർഡ്സ് ആണെന്ന് വിചാരിച്ചു. ഇത് ഒറ്റ വേർഡ്സ് ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. നമ്മളത് മിസോറിന്നും മിസിസിപ്പിന്നും 2ആയിട്ട് വായിച്ചു. ദയവായി ക്ഷമിക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാണ്. തെറ്റ് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ സെക്ഷനായിട്ടൊക്കെ നമുക്ക് റിലേഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മേജർ വേർഡ്സ് ഓഫ് ദ വേൾഡൊക്കെ അടുത്ത കാലത്തൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മിസോറി മിസിസിപ്പിക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെൻറ്റൻസിലൊക്കെ ഡിഫറൻസ് വന്നുപോയി. പക്ഷെ എന്നാലും വേർഡ്സിലൊക്കെ നമ്മൾ പറയുന്നതിൽ നമുക്ക് ഒരു കൂടി നോക്കാം. മേജർ റിവേഴ്സ് ഓഫ് ദ വേൾഡ്. മേജർ റിവേഴ്സ് ഓഫ് ദ വേൾഡ് ടേബിൾ 1.14. ഇമ്പോർട്ടൻ്റ് റിവേഴ്സ്. റിവർ ലൊക്കേഷൻ കൺട്രി ലെങ്ത് എം സോഴ്സ് ഔട്ട് ഫ്ലോ ഇൻ ടു. റിവർ ലൊക്കേഷൻ കൺട്രി ലെങ്ത് എം സോഴ്സ് ഔട്ട് ഫ്ലോ ഇൻ ടു. നൈൽ ആഫ്രിക്ക ഈജിപ്ത് 6670. ലേക്ക് വിക്ടോറിയ മെഡിറ്ററേനിയൻ. നൈൽ ആഫ്രിക്ക ഈജിപ്ത് 6670. ലേക്ക് വിക്ടോറിയ മെഡിറ്ററേനിയൻ. മിസോറി മിസിസിപ്പി നോർത്ത് അമേരിക്ക US 6300. റെഡ് റോക്ക് മോണ്ടാന ഗൾഫ് ഓഫ് മെക്സിക്കോ. മിസോറി മിസിസിപ്പി നോർത്ത് അമേരിക്ക US 6300. റെഡ് റോക്ക് മോണ്ടാന ഗൾഫ് ഓഫ് മെക്സിക്കോ. ആമസോൺ സൗത്ത് അമേരിക്ക ബ്രസീൽ 6448. ആൻഡീസ് ഇൻ പെറു അറ്റ്ലാന്റിക് ഓഷ്യൻ. ആമസോൺ സൗത്ത് അമേരിക്ക ബ്രസീൽ 6448. ആൻഡീസ് ഇൻ പെറു അറ്റ്ലാന്റിക് ഓഷ്യൻ. യാങ്ടിസ് കിയാങ് ഏഷ്യ ചൈന 5490. ടിബറ്റൻ പ്ലാറ്റു ചൈന സീ പസഫിക്. യാങ്ടിസ് കിയാങ് ഏഷ്യ ചൈന 5490. ടിബറ്റൻ പ്ലാറ്റു ചൈന സീ പസഫിക്. ഹവാങ് ഹോ ഏഷ്യ ചൈന 4840. ടിബറ്റ് പസഫിക് ഓഷ്യൻ. ഹവാങ് ഹോ ഏഷ്യ ചൈന 4840. ടിബറ്റ് പസഫിക് ഓഷ്യൻ. ഇനീസി ഏഷ്യ സൈബീരിയ 5300. മീ ടനുവാല ആർട്ടിക് ഓഷ്യൻ. യെനീസി ഏഷ്യ സൈബീരിയ 5300. മൈ ടെനുവാല ആർട്ടിക് ഓഷ്യൻ. ലെന യൂറോപ്പ് റഷ്യ 4800. ലേക്ക് ബെയ്ക്കൽ ലാപ്ടേവ് സീ ഓഫ് ആർട്ടിക് ഓഷ്യൻ. ലെന യൂറോപ്പ് റഷ്യ 4800. ലേക്ക് ബെയ്ക്കൽ ലാപ്ടേവ് സീ ഓഫ് ആർട്ടിക് ഓഷ്യൻ. നൈഗർ ആഫ്രിക്ക നൈജീരിയ 4800. സീറ ലയോണി ഗൾഫ് ഓഫ് ഗ്വിനിയ അറ്റ്ലാന്റിക്. നൈഗർ ആഫ്രിക്ക നൈജീരിയ 4800. സീറ ലയോൺ ഗൾഫ് ഓഫ് ഗ്വിനിയ അറ്റ്ലാന്റിക്. കോൺഗോ ആഫ്രിക്ക ഫോൺ തന്നെ പോയി. കോൺഗോ ആഫ്രിക്ക സേറി 4800. കോൺഫ്ലുവൻസ് ഓഫ് ലലോബ ആൻഡ് ലൗപോല അറ്റ്ലാന്റിക്. കോങ്കോ ആഫ്രിക്ക സേറി 4800. കോൺഫ്ലുവൻസ് ഓഫ് ലൗലോബ ആൻഡ് ലൂപോല അറ്റ്ലാന്റിക്. ഓർബ് ഏഷ്യ സൈബീരിയ 4150. ഓൾട്ടായി മിക്സ് ഗൾഫ് ഓഫ് ഓർബ് പസഫിക്. ഓർബ് ഏഷ്യ സൈബീരിയ 4150. ഓൾട്ടായി മിക്സ് ഗൾഫ് ഓഫ് ഓർബ് പസഫിക്. ഇൻഡസ് ഏഷ്യ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ 3180. MT കൈലാസ് അറേബ്യൻ സീ. ഇൻഡസ് ഏഷ്യ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ 3180. MT കൈലാസ് അറേബ്യൻ സീ. ഇൻഡസ് ഏഷ്യ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ 3180. MT കൈലാസ് അറേബ്യൻ സീ. ബ്രഹ്മപുത്ര ഏഷ്യ ഇന്ത്യ 2960. ടിബറ്റ് ബേ ഓഫ് ബംഗാൾ. ബ്രഹ്മപുത്ര ഏഷ്യ ഇന്ത്യ 2960. ടിബറ്റ് ബേ ഓഫ് ബംഗാൾ. ഡാന്യൂബ്
ഡാന്യൂബ് യൂറോപ്പ്, ഓസ്ട്രേലിയ ഹംഗറി, ചെക്ക് സ്ലോവാക്യ ആൻഡ് യുഗോസ്ലാവിയ 2820 നിയർ ബെയ്ഡൻ ജർമ്മനി ബ്ലാക്ക് സീ. ഡാന്യൂബ് യൂറോപ്പ്, ഓസ്ട്രിയ ഹംഗറി, ചെക്ക് സ്ലോവാക്യ ആൻഡ് യുഗോസ്ലാവിയ 2820 നിയർ ബെയ്ഡൻ ജർമ്മനി ബ്ലാക്ക് സീ. മ്യൂറൈ ഓസ്ട്രേലിയ 3720 ആൽപ്സ് ഇന്ത്യൻ ഓഷ്യൻ. മ്യൂറൈ ഓസ്ട്രേലിയ 3720 ആൽപ്സ് ഇന്ത്യൻ ഓഷ്യൻ. വോൾഗ ഏഷ്യ റഷ്യ 3700 വാൾഡൈ പ്ലാറ്റ്യൂ മോസ്കോ കാസ്പിയൻ സീ. വോൾഗ ഏഷ്യ റഷ്യ 3700 വാൾഡൈ പ്ലാറ്റ്യൂ മോസ്കോ കാസ്പിയൻ സീ. ആമ്യൂർ ഏഷ്യ സൈബീരിയ 4510 പാമിർസ് പസഫിക് ഓഷ്യൻ അറ്റ് ദ സീ ഓഫ് ഓഖോട്സ്ക്. ആമൂർ ഏഷ്യ സൈബീരിയ 4510 പാമിർസ് പസഫിക് ഓഷ്യൻ അറ്റ് ദ സീ ഓഫ് ഓഖോട്സ്ക്. ആമൂർ ഏഷ്യ സൈബീരിയ 4510 പാമിർസ് പസഫിക് ഓഷ്യൻ അറ്റ് ദ സീ ഓഫ് ഓഖോട്സ്ക്. പസഫിക് ഓഷ്യൻ അറ്റ് ദ സീ ഓഫ് ഓഖോട്സ്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവേത് ക്ഷമിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞതിലൊക്കെ ടേബിൾ 1.14 ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. ചില വേർഡ്സൊക്കെ ഇത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞതിൽ തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കാം, അടുത്ത ടോപ്പിക് നോക്കാം. ഇത് സൈഡിലുള്ള ടോപ്പിക്കാണ്. അതിനുശേഷം നമുക്ക് ലിത്തോസ്ഫിയർ ആണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. Continental crust. All of the Earth continents have a core foundation that is made of mixtures of very old granite, gneiss, schist, sedimentary and volcanic rocks. All of the Earth continents have a core foundation that is made of mixtures of very old granite, gneiss, schist, sedimentary and volcanic rocks. This core foundation is often referred to as a shield or basement rock. Rocks found in the shields were formed during the Precambrian period and are some of the oldest rocks found on the Earth. In Canada, some of the metamorphic rocks have been dated back to 3.96 billion years. Geologists believe that the major continental cores were formed by the early solidification of the lighter components of magma between 3.9 and 3.8 billion years ago. The continental shields are generally covered by younger sedimentary deposits. The sea sedimentary rocks constitute the interior platforms of the continents. The oldest platform rocks were laid down in shallow seas about 600 million years ago. In Central North America, the platform sedimentary deposits are between 1000 and 2000 m thick. Together, the shield and platform form what geologists call a craton. Most of the Earth continental cratons have been tectonically stable and have experienced little deformation for hundreds of millions of years. Around the edge of the continental cratons are the continental margins. The continental margins are primarily composed of sedimentary rocks. The sedimentary rocks were originally laid down in the oceans. Tectonic collisions and plate subduction. Tectonic collisions and plate subduction caused the accretion of these deposits at the edges of the continental cratons. In some cases, this accretion is modified by the process of tectonic compression, folding and faulting to produce mountain ranges. In some cases, this accretion is modified by the process of tectonic compression, folding and faulting to produce mountain ranges.
അപ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് നമ്മൾ പറഞ്ഞത്, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കുക, കോണ്ടിനെൻ്റൽ ക്രസ്റ്റില. ഇനി നമുക്ക് ലിത്തോസ്ഫിയർ നോക്കാം. ലിത്തോസ്ഫിയർ. ഇൻട്രൊഡക്ഷൻ. The lithosphere is the topmost crust of the earth. It includes the crust and the uppermost portion of the asthenosphere. The thicknesses of the lithosphere varies. It is between 35 and 50 km in continents and between 6 and 12 km at the ocean beds. The lithosphere around mountains is the thickest, reaching down to 60 km in the high mountain regions. The lithosphere constitutes about 1% of the total Earth's volume and 0.4% of its masses. The lithosphere constitutes about 1% of the total Earth volume and 0.4% of its masses. The topmost portion of the Earth crust comprises soil, sand, and rocks. Because of increasing temperature and pressure, deeper portions of the lithosphere are capable of plastic flow over geologic time. The lithosphere is also the zone of earthquakes, mountain building, volcanoes, and continental drift. ലിത്തോസ്ഫിയർ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ദ എർത്ത് ക്രസ്റ്റ് നോക്കാം. The Earth's crust. The topmost part of the lithosphere consists of crust. This material is cool, rigid, and brittle. Two types of crust can be identified: oceanic crust and continental crust. Both of these types of crust are less dense than the rock found in the underlying upper mantle layer. Ocean crust is thin and measures between 5 and 10 km thick. It is also composed of basalt and has a density of about 3.0 cm cube. The continental crust is 70 km thick and composed mainly of lighter granite. The density of the continental crust is about 2.7 cm cube. It is thinnest in areas like the rift valleys of East Africa and in an area known as the Basin and Range province in the western United States. Centered in Nevada, this area is about 1,500 km wide and runs about 4,000 km north-south. Continental crust is thickest beneath mountain ranges and extends into the mantle. Both of these crust types and composed of numerous tectonic plates that float on top of the mantle. ഇങ്ങനൊരു ഫിഗർ തന്നെയുണ്ട് കൊടുത്തേക്കുന്നത്. ഫിഗർ 1.51 സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ക്രസ്റ്റ് ആൻഡ് ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ അപ്പർ മാൻഡിൽ. ഫിഗർ 1.51 സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ക്രസ്റ്റ് and topmost layer of the upper mantle. Continental crust, sedimentary deposits, oceanic crust, lithosphere, plastic asthenosphere, upper mantle down to 670 km, 10 km, 100 km, 200 km. Note: the lithosphere consists of the oceanic crust, continental crust, and the uppermost mantle. Beneath the lithosphere is the asthenosphere. This layer, which is also part of the upper mantle, extends to a depth of about 200 km. Sedimentary deposits are commonly found at the boundaries between the continental and oceanic crust. Figure 1.51 structure of the earth crust and topmost layer of the upper mantle. Figure 1.51 structure of the earth crust and topmost layer of the upper mantle. Continental crust, sedimentary deposits, oceanic crust, lithosphere, plastic asthenosphere, upper mantle down to 670 km, 10 km, 100 km,
200 km. ഇനി ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് നോക്കാം പ്ലേറ്റ് ടെക്ടോണിക്. നമ്മൾ എർത്ത്സ് ക്രസ്റ്റ് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. പ്ലേറ്റ് ടെക്ടോണിക്സ്. The early theories of plate tectonics. The early theories of plate tectonics. In the 19th and early 20th centuries, several scientists suggested that the continental masses had the ability to move across the Earth's surface. These early theories of continental drift were based on the following evidence. A. Locations of fossil occurrences suggested that some of the continental masses may have been connected in the geological past. B. Paleoclimatic evidence indicates that now tropical regions on some continents had polar climates in the past. This may indicate that these regions were located at different latitudes. C. Some continents seem to fit together like a jigsaw puzzle. D. Some geologic deposits of rocks on the east coast of North and South America are similar to deposits found on the west coast of Africa and Europe. During the first 30 years of the century, the theory of continental drift was actively debated among geoscientists. However, during the following 30-year period, debate on this theory wandered because of the inability of scientists to propose a mechanism to cause the movement of the continental masses in the 1960s. The theory was resurrected with the discovery of alternating patterns of rock magnetism in surface seafloor rocks. Scientists had previously discovered that the magnetic orientation of certain crystals in rocks varies from normal to reversed polarity depending on the date that the rock was formed and solidified. It was also discovered that this magnetic reversals were common and occurred on a regular basis. The polarity patterns found in the rocks at the ocean floor seemed to mirror themselves on either side of the mid-oceanic ridge found at the center of the ocean basins. Further, geologic dating of the rocks indicated the age of the seafloor rocks increased as one moved away from the mid-oceanic ridge. Based on this information, scientists developed the theory of seafloor spreading, which suggested that volcanic rift zones at the mid-oceanic ridge represent areas of crustal creation. Figure 1.52 illustrates the process of crustal creation and the magnetic striping processes. Illustrations A. C represent a sequence in time from the past to the present. In illustration A, rocks of normal polarity are being deposited at the rift zone located along the mid-oceanic ridge. As new rock is created, older rock is pushed away from the ridge. The reversed polarity rock shown in this diagram was created before the current normal polarity layer. Illustration B shows the processes some time later. In this figure, we now have 4 layers of rock with alternating polarity. By the third illustration, seafloor spreading and changes in magnetic
polarity have created 6 recognizable layers of rock on either side of the rift zone. By the third illustration, seafloor spreading and changes in magnetic polarity have created 6 recognizable layers of rock on either side of the rift zone. ഇനി ഫിഗർ ആണ്, ഫിഗർ 1.52. Creation of oceanic crust on the ocean floor. Figure 1.52. Creation of oceanic crust on the ocean floor. Mid-ocean ridge. Normal magnetic polarity. Normal magnetic polarity. Reversed magnetic polarity. Reversed magnetic polarity. Mid-ocean ridge. Mid-ocean ridge. A. B. C. Lithosphere magma. Lithosphere magma. Figure 1.52. Creation of oceanic crust on the ocean floor. Mid-ocean ridge. Mid-ocean ridge. Normal magnetic polarity. Normal magnetic polarity. Reverse magnetic polarity. Reverse magnetic polarity. Reversed magnetic polarity. Mid-ocean ridge. A. B. A. B. C. Lithosphere. C. Lithosphere magma. C. Lithosphere magma. Figure 1.52. Creation of oceanic crust on the ocean floor. Normal magnetic polarity. Reversed magnetic polarity. Mid-ocean ridge. A. B. C. Lithosphere magma. Figure 1.52. Creation of oceanic crust on the ocean floor എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. Figure 1.53. Convection currents in the earth mantle and their role in oceanic crust formation and destruction. Trench. Trench. Slab pull. Slab pull. Ridge. Ridge. Lithosphere. Lithosphere. Trench. Trench. Mantle. Mantle 700 km. Asthenosphere. Asthenosphere. Outer core. Inner core. Figure 1.53. Convection currents in the earth mantle and their role in oceanic crust formation and destruction. Trench. Trench. Slab pull. Slab pull. Ridge. Ridge. Lithosphere. Lithosphere. Trench. Mantle. Mantle 700 km. Ridge. Asthenosphere. Asthenosphere. Outer core. Outer core. Inner core. Inner core. Figure 1.53. Figure 1.53. Convection currents in the Earth's mantle and their role in oceanic crust formation and destruction. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക. How the continents have drifted. How the continents have drifted. All continents were once united in a single landmasses known as Pangaea. 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 This supercontinent existed for at least several hundred years before it began to split apart about 180 million years ago. When Pangaea disintegrated, the resultant continents slowly moved apart to their positions. The continents are now thought to be driven by the movement of the asthenosphere, the semi-fluid layer that lies beneath the Earth's outer shell or lithosphere. But the details of Pangaea's origin is still unknown. But the details of Pangaea's origin is still unknown.
ഹൗ ദ കോണ്ടിനെന്റ്സ് ഹാവ് ഡ്രിഫ്റ്റഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഞാനിത് ഫസ്റ്റ് വായിച്ചപ്പോൾ കോണ്ടിനെന്റ്സ് വെർ വൺസ് യുണൈറ്റഡ് ഇൻ എ സിംഗിൾ ലാൻഡ് മാസസ് നോൺ ആസ് പാൻഗേയ എന്നാണ് നമ്മൾ വായിച്ചേക്കുന്നത്. ഞാൻ പാൻജിയ എന്നാണ് വിചാരിച്ചത്, പക്ഷെ പാൻഗേയ എന്നാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. കാരണം ഇതിൽ ചിലപ്പൊക്കെ കുറവാണ്, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്നാലും പ്രിന്റിങ് എറർ വരാറുണ്ട്. എന്നാലും നമുക്ക് ഈ ബുക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വിശ്വാസമാണ്. കാരണം തെറ്റൊന്നും അങ്ങനെ അധികം വരില്ല എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. എന്നാലും ചിലപ്പോഴൊക്കെ പ്രിന്റിങ് മിസ്റ്റേക്ക് വരാറുണ്ട്. അത് ഈ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോകണം എന്നുള്ള പറയാണ്. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഹൗ ദ കോണ്ടിനെന്റ്സ് ഹാവ് ഡ്രിഫ്റ്റഡ് ആണ് നമ്മൾ പറഞ്ഞത്. ചെറിയ ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക്ക് ദ മോഡേൺ തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്. The modern theory of plate tectonics. The theory of seafloor spreading started a revolution in the earth sciences. Subsequent research discovered that the Earth's surface was composed of a number of oceanic and continental plates that float on top of the ionosphere. Other research suggested that convectional currents within the Earth mantle were responsible for the creation of oceanic crust and the drifting of the continents. In this figure, it is theorized that convection currents within the Earth mantle cause the creation of new oceanic crust at the mid-oceanic ridges. Oceanic crust is destroyed at areas where this crust type becomes subducted under the lighter continental crust. This process also creates the deep oceanic trenches. The theory of plate tectonics offered a new and more scientifically sound explanations for a number of observed geological phenomena. For example, the following diagrams illustrate the three types of plate convergence and describe some of the geologic repercussions of these processes. The figure 1.53 models the tectonic convergence of two oceanic plates. In this type of a collision, one of the plates is subducted under the other, creating a deep oceanic trench. The Marianas Trench in the Pacific Ocean is created by the collision of the fast-moving Pacific plate against the slower-moving Philippine plate. Convergence of two oceanic plates also creates chains of volcanic islands called island arcs. Island arcs are created by the friction of subduction, which creates hot plumes of magma at the interface of the two plates. These hot plumes of magma then rise to the Earth's surface to form volcanoes. Another phenomena associated with collision and subduction of the plates is earthquakes. The gliding of one plate under the other is jerky, producing seismic waves. Figure 1.55 shows the collision of an oceanic and a continental plate. In this figure, the oceanic plate subducts under the lighter continental plate. Once again, we get the information of a trench, volcanoes, and earthquakes. Collision causes sediment deposited on the ocean floor to be piled up at the continental plate boundary. The creation of hot magma plumes also causes the continental crust to deform, producing mountains. The creation of hot magma plumes also causes the continental crust to deform, producing mountains. In figure 1.56, two continental plates collide. Once again, one of the crustal plates is subducted under the other, producing earthquakes. A mountain range is produced at the plate boundaries because of the deformation of rocks. Some of the rocks in the mountain range may be sedimentary and may have been set down in an ocean environment that existed between the two continental crusts prior to collision. Some of the rocks in the mountain range may be
sedimentary and may have been set down in an ocean environment that existed between the two continental crusts prior to collision. നമുക്ക് നോക്കാം ഫിഗർ 1.54 collision of two oceanic plates. ഈ ഫിഗർ നോക്കാം. അപ്പോൾ ദ മോഡേൺ തിയറി ഓഫ് പ്ലേറ്റ് ടെക്നോണിക്സിലെ ഫിഗർ 1.54 collision of two oceanic plates. Figure 1.54 collision of two oceanic plates. Trench, oceanic crust, lithosphere, Iceland arc, continental crust, lithosphere, ionosphere, oceanic convergence. Oceanic convergence. Figure 1.54 collision of two oceanic plates. Trench, oceanic crust, Iceland arc, lithosphere, continental crust, lithosphere, ionosphere, oceanic convergence. Figure 1.54 collision of two oceanic plates. Figure 1.54 collision of two oceanic plates. Trench, oceanic crust, Iceland arc, lithosphere, continental crust, lithosphere, ionosphere, oceanic convergence. Figure 1.54 collision of two oceanic plates. Figure ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഫിഗർ 1.55 collision of a oceanic plate with a continental plate. Figure 1.55 collision of a oceanic plate with a continental plate. Oceanic crust, trench, volcanic arc, continental crust, lithosphere, ionosphere, oceanic continental convergence. Figure 1.55 collision of a oceanic plate with a continental plate. Oceanic crust, trench, volcanic arc, continental crust, lithosphere, ionosphere, oceanic continental convergence. Figure 1.55 collision of a oceanic plate with a continental plate. Figure ഒന്ന് ഓർത്ത് വയ്ക്കാം. Figure 1.56 collision of two continental plates. Figure 1.56 collision of two continental plates. Mountain range, high plateau, continental crust, lithosphere, ionosphere, ancient oceanic crust, continental convergence. Figure 1.56 collision of two continental plates. Mountain range, high plateau, continental crust, lithosphere, ionosphere, ancient oceanic crust, continental convergence. Figure 1.56 collision of two continental plates. Figure ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ദ മോഡേൺ തിയറി ഓഫ് പ്ലേറ്റ് ടെക്നോണിക്സിൽ. ഇനി നമുക്ക് പറയണത് ഇഗ്നിയോസ് ആക്ടിവിറ്റി ആൻഡ് ദ കോണ്ടിനെന്റ്സ്. അത് നമുക്ക് പിന്നെ പറയാം. നമുക്ക് സൈഡിലൊരു ടോപ്പിക് ഉണ്ട്, കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഗ്നിയസ് റോക്സ്. സൈഡിലെ ടോപ്പിക് പറഞ്ഞതിന് ശേഷം ഇഗ്നിയസ് ആക്ടിവിറ്റി ആൻഡ് ദ കോണ്ടിനെന്റ്സ് നോക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കണം എന്നുള്ളതും കൂടി പറയാണ്. Characteristics of igneous rocks. As described earlier, igneous rocks are produced by the crystallization and solidification of molten magma. As described earlier, igneous
rocks are produced by the crystallization and solidification of modern പിന്നെ തെറ്റി സോറി വെരി സോറി നമുക്ക് ഒരിക്കലും പറയാം കാരറ്റിക്സ് ഓഫ് ഇഗ്നിയസ് റോക്സ് കാരറ്റിക്സ് ഓഫ് ഇഗ്നിയസ് റോക്സ് സോറി നമ്മുടെ മൈക്ക് ഓഫായി പോയി ഞാൻ ഓഫായത് അറിഞ്ഞില്ല നമ്മൾ നന്നായി ചാർജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് സാധാരണ 2 മണിക്കൂറും 10 മിനിറ്റ്സും ലഭിക്കാറുണ്ട് നമ്മൾ എക്സ്ട്രാ ചാർജും കൂടി ചെയ്തിടുമ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ചാർജ് ചെയ്ത് പിന്നെ സെക്കൻഡ് ടൈം കൂടി ചാർജ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ കിട്ടാറുണ്ട് പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുള്ളൂ പക്ഷെ ഓഫായി പോയി സൗണ്ട് ഇല്ലെങ്കിൽ ദയവേത് ക്ഷമിക്കുക നമ്മൾ സൗണ്ട് ഇല്ലാത്ത ടോപ്പിക്കാണെങ്കിൽ മൈക്ക് ഓഫായി പോയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് വെച്ചാൽ കാരറ്റിക്സ് ഓഫ് ഇഗ്നിയസ് റോക്സ് നമ്മൾ പറഞ്ഞത് അതിൽ സൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കും ഇതിപ്പെങ്ങോ ഓഫായേക്കുന്നതാണ് അപ്പോൾ സൗണ്ടൊക്കെ ഇല്ലാത്തത് ദയവേത് ക്ഷമിക്കണം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് മൈക്ക് ഓഫായി പോകുന്നത് നമ്മുടെ ഓൾഡ് മൈക്കാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം എന്തായാലും ഇനിയിപ്പോൾ ചാർജ് ചെയ്യാണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇഗ്നിയസ് ആക്ടിവിറ്റി ആൻഡ് ദ കോണ്ടിനെൻസ് അടുത്ത ടോപ്പിക്ക് കാരറ്റിക്സ് ഓഫ് ഇഗ്നിയസ് റോക്സ് നമ്മൾ സൗണ്ട് ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കും അല്ലെങ്കിൽ നമ്മളത് ഇതേ രീതി തന്നെ അപ്ലോഡ് ചെയ്യും പിന്നെ ഫിഗർ 1.57 കോമൺ പ്ലൂട്ടോണിക് ഫീച്ചേഴ്സ് കാരറ്റിക്സ് ഓഫ് മെറ്റാമോർഫിക് റോക്സ് ഓഷ്യാനിക് ക്രസ്റ്റ് figure 1.58 formation oceanic crust and mid oceanic ridge rocks introduction minerals table 1.15 common elements found in the earth rocks table 1.16 classification of some of the important minerals found in rocks ടോപ്പിക്കുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയിലെ ജനജോഗ്രഫിയിലെ ടോപ്പിക്സ് ആണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരറ്റിക്സ് ഓഫ് ഇഗ്നിയസ് റോക്സ് ആണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ദയവേത് ക്ഷമിക്കണം നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണമാണ് നമുക്ക് വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നേരിട്ട് പറയാൻ ടൈമില്ല അതുകൊണ്ടാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്
പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മൈക്കിനെ കുറിച്ചാണ്. എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാണ്. മൈക്ക് എന്തായാലും ഓഫായി പോയി കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലാത്തതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ നിലനിൽക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ, കാരണം ഈ സൗണ്ട് ഒരു പക്ഷെ പെട്ടെന്ന് എൻ്റെയും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, നമ്മൾ പറയാറുള്ള പോലെ തന്നെ. അപ്പം ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, അതന്നെ നമുക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും, പരമാവധി ഒഴിവാക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറ്റുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥയായി. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്ന് തന്നെ പറയാൻ നമുക്ക് ആവുള്ളൂ. കാരണം യൂട്യൂബ് ആയതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കമൻസ് കാര്യങ്ങൾ ഒക്കെ തെറ്റായ രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സൗണ്ട് ഇല്ല എന്നുള്ളൊരു വലിയൊരു ആഘാതമായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ദയവേത് മനസ്സിലാക്കുക. എല്ലാ കാര്യവും ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാം തികഞ്ഞൊരു വീഡിയോ ഒന്നും അല്ല എൻ്റെ വീഡിയോ, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ദയവായിട്ടുള്ള ഒരു ദയയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോപ്ലൈ എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്തിട്ട്, വീഡിയോ ഷോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. വളരെ നല്ല വീഡിയോസാണ്. ഹെഡ്ഫോൺ വെച്ച് നിങ്ങൾ വാച്ച് ചെയ്താൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. നല്ല എന്താ പറയുക, ഏവസമായിട്ടുള്ള ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു നിങ്ങൾക്ക് പഠിക്കാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താം. നമുക്ക് വേണമെങ്കിൽ സോങ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പോസ് ചെയ്തിട്ട് നമുക്കിത് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് നമ്മളിത് അപ്ലോഡ് ചെയ്തേക്കുന്നത് യൂട്യൂബിൽ. പിന്നെ നല്ല എഫക്ട്സ് ഒക്കെയാണ്, അതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ദയവേത് വാച്ച് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ CCTV വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം ഞാൻ ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിലും ദയവേത് ക്ഷമിക്കണം. ഞാൻ ചില സമയത്ത് സ്പീഡിലൊക്കെ പറഞ്ഞു പോകുമ്പോൾ ലാസ്റ്റ് ഭാഗമാണെങ്കിലും ചിലപ്പോൾ വാക്കിലൊക്കെ ഡിഫറൻസ് വരാറുണ്ട്, വേർഡ്സിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരവസ്ഥ വരാറുണ്ട്. എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് വരാറുണ്ടെന്ന് അർത്ഥം. അപ്പം ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക, അതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഓരോ വാക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, വളരെയധികം കോൺസിക്വൻസ് ഉണ്ടാവുന്നൊരു കാര്യമാണ്. ദയവേത് മനസ്സിലാക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നല്ലൊരു IAS നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഗിഫ്റ്റായിട്ട് തന്നെ ഉദയം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം വളരെ സോറി, മൈക്ക് ഓഫായി പോയി, വെരി സോറി. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നിങ്ങൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഈ വീഡിയോസൊക്കെ കുഴപ്പമില്ല, എന്നാലും എനിക്ക് കൂടുതലും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് ഞാൻ എടുത്തു പറയുന്നത്. അതെല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ, നമുക്ക് എല്ലാ രീതിയിലും ഈ വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും സാധാരണ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് വാച്ച് ചെയ്യാം. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നിങ്ങൾക്കത് സോങ്സും പ്രയോജനപ്പെടുത്താം, അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുകയും ചെയ്യാം. എൻ്റർടൈൻമെൻ്റ് ആയിട്ടും ലേണിംഗ് ആയിട്ടും ഒരേ സമയം പ്രയോജനപ്പെടുത്താം. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദയവേത് മനസ്സിലാക്കുക, ദയവേത് വീഡിയോസൊക്കെ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം അത്രേ പറയാനുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ
കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.